വൈകുന്നേരം 6:43. എൻ്റെ സോണി FX3 ക്യാമറ അവസാനമായി റെക്കോർഡ് ചെയ്ത സമയം അതാണ്. അതിനുശേഷമുള്ള ദൃശ്യങ്ങളില്ല. സ്ക്രീൻ ഇരുണ്ടു. പക്ഷേ ഓഡിയോ ട്രാക്ക് അവസാനിച്ചിരുന്നില്ല. എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന സൂം H6 റെക്കോർഡർ അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദരേഖയിൽ എൻ്റെ ശ്വാസതാളമുണ്ടായിരുന്നു. ഭയം കൊണ്ട് വേഗത്തിലായ എൻ്റെ ഹൃദയമിടിപ്പുണ്ടായിരുന്നു. ഒപ്പം മറ്റൊരാളുടെ കാൽച്ചുവടുകളും. ചെളിയിൽ അമർന്ന് ചവിട്ടുന്ന ശബ്ദം. അതെൻ്റെ പിന്നിലായിരുന്നില്ല, എൻ്റെ തൊട്ടുമുന്നിലായിരുന്നു. ഇരുട്ടിൽ, കോടമഞ്ഞിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ. ഞാൻ കണ്ണുകൾ ഇറുകെ അടച്ചു. എല്ലാം തുടങ്ങിയത് 5 മണിക്കൂർ മുമ്പാണ്. 2026 ജൂലൈ 14. വയനാട്ടിലെ ഏറ്റവും രൂക്ഷമായ കാലവർഷം. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയെന്നാണ് പത്രങ്ങൾ പറയുന്നത്. റോഡുകൾ പലതും തകർന്നു. വിനോദസഞ്ചാരികളെല്ലാം മലയിറങ്ങി കഴിഞ്ഞിരുന്നു. എനിക്ക് വേണ്ടതും അതായിരുന്നു. പൂർണ്ണമായ ഏകാന്തത, മനുഷ്യൻ്റെ ശല്യമില്ലാത്ത പ്രകൃതി. ഞാനൊരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്. വിഷയങ്ങളെപ്പോഴും വ്യത്യസ്തമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇത്തവണ ഞാൻ തിരഞ്ഞെടുത്തത് വയനാടൻ മലനിരകളിലെ ഉപേക്ഷിക്കപ്പെട്ട പ്രാചീന സുഗന്ധവ്യഞ്ജന പാതകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുരുമുളകും ഏലവും ചുമന്നുകൊണ്ട് അടിമകളും കച്ചവടക്കാരും നടന്നു തീർത്ത വഴികൾ. ആ വഴികളിൽ പലതും ഇന്ന് കാട് കയറി മൂടിയിരിക്കുന്നു. ഗൂഗിൾ മാപ്പിൽ ആ വഴികളില്ല. പ്രാദേശികരായ ചിലർക്ക് മാത്രമേ ആ വഴികളെക്കുറിച്ച് അറിയൂ. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാൻ ബേസ് ക്യാമ്പിൽ നിന്നും ഇറങ്ങിയത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. എൻ്റെ ഗൈഡ് അപ്പൻ എന്നായിരുന്നു അയാളുടെ പേര്. 60 വയസ്സ് തോന്നും. അയാൾ എന്നെ നോക്കി തലയാട്ടി. സാറേ, ഇതിനപ്പുറത്തേക്ക് ഞാനില്ല, അയാൾ പറഞ്ഞു. ഞാൻ അയാളെ നോക്കി. ഞങ്ങൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ മുകളിലാണ്. ചുറ്റും കനത്ത കാട്. മരങ്ങളിൽ പായൽ പിടിച്ചിരിക്കുന്നു. വെളിച്ചം വളരെ കുറവാണ്. എന്താപ്പാ, പകുതി വഴിക്ക് വെച്ച് മടങ്ങുകയാണോ? ഞാൻ ചോദിച്ചു. അയാൾ ചുറ്റും നോക്കി. അയാളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. അത് അഭിനയമായിരുന്നില്ല. സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പഴയ വഴിയാണ്. ഇരുട്ടിയാലിവിടെ മനുഷ്യർക്ക് കാര്യമില്ല. അവർ ഇറങ്ങും. ആര്? ഞാൻ ചിരിച്ചു. വഴിയറിയാതെ മരിച്ചുപോയവർ, ഭാരം ചുമന്ന് നടുവൊടിഞ്ഞു മരിച്ചവർ. അവർക്ക് ഈ കാട് വിട്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ അമർത്തി. ഇതൊരു നല്ല ഫൂട്ടേജാണ്. അപ്പൻ പോയിക്കോളൂ. എനിക്ക് GPS ട്രാക്കറുണ്ട്, സാറ്റലൈറ്റ് ഫോണുമുണ്ട്. ഞാൻ നാളെ രാവിലെയേ ഇറങ്ങൂ, ഞാൻ പറഞ്ഞു. അയാൾ എന്നെ ഒന്ന് നോക്കി. ഒന്നും പറഞ്ഞില്ല. തിരിഞ്ഞു നടന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അപ്പൻ കോടമഞ്ഞിൽ മറഞ്ഞു. ഞാൻ തനിച്ചായി. എൻ്റെ പുറത്ത് 20 കിലോ ഭാരമുള്ള ബാക്ക് പാക്ക് ഉണ്ട്. അതിൽ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ഭക്ഷണ സാധനങ്ങൾ, ക്യാമറ ലെൻസുകൾ, ബാറ്ററികൾ എല്ലാമുണ്ട്. എൻ്റെ കയ്യിലൊരു G Master 24-70 ലെൻസ് ഘടിപ്പിച്ച ക്യാമറയുണ്ട്. ഞാൻ നടക്കാൻ തുടങ്ങി. മഴ വീണ്ടും തുടങ്ങി. ആദ്യം ചെറിയ തുള്ളികളായി, പിന്നെ അത് ശക്തി പ്രാപിച്ചു. മഴവെള്ളം മരച്ചിലകളിൽ തട്ടിത്തെറിക്കുന്ന ശബ്ദം. കാടിനൊരു പ്രത്യേക ഗന്ധമുണ്ട്. നനഞ്ഞ മണ്ണും അഴുകിയ ഇലകളും ചേർന്ന ഒരു മണം. അത് ശ്വാസകോശങ്ങളിലേക്ക് ഇരച്ചു കയറി. പാത വളരെ ഇടുങ്ങിയതാണ്. പലയിടത്തും പാറകളിൽ വഴുക്കലുണ്ട്. വലതുവശത്ത് വലിയൊരു കൊക്കയാണ്. താഴെ അഗാധമായ ഇരുട്ട് മാത്രം. ഒരു കാൽ തെറ്റിയാൽ അസ്ഥി പോലും കിട്ടില്ല. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ ചുവടും വെച്ചത്. ട്രക്കിംഗ് ബൂട്ടുകൾ ചെളിയിൽ നന്നായി ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം 3 മണി കഴിഞ്ഞു. വെളിച്ചം കുറഞ്ഞു വരികയാണ്. കനത്ത മഴമേഘങ്ങൾ സൂര്യനെ പൂർണ്ണമായും മറച്ചിരുന്നു. ഞാൻ ക്യാമറയുടെ ISO കൂട്ടി. ദൃശ്യങ്ങൾ വ്യക്തമായി കിട്ടാൻ അത് അത്യാവശ്യമായിരുന്നു. അപ്പോഴാണ് ആ മാറ്റം സംഭവിച്ചത്. വളരെ പെട്ടെന്നായിരുന്നു അത്. ഒരു സ്വിച്ച് ഇട്ടതുപോലെ കാട് നിശബ്ദമായി. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കാട്ടിലെ മറ്റ് ശബ്ദങ്ങൾ നിലച്ചു. ലക്ഷക്കണക്കിന് ചീവീടുകൾ ഒരുമിച്ച് കരയുന്ന ശബ്ദമായിരുന്നു അതുവരെ. തവളകളുടെ ശബ്ദം, പക്ഷികളുടെ ചിലക്കലുകൾ എല്ലാം ഒറ്റയടിക്ക് നിന്നു. പൂർണ്ണമായ നിശബ്ദത. ഞാൻ നിന്നു. എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. എന്തുകൊണ്ടാണ് കാട് പെട്ടെന്ന് നിശബ്ദമാകുന്നത്? ജീവശാസ്ത്രപരമായി അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഇരപിടിയന്മാരുടെ സാന്നിധ്യം.
ഒരു പുലിയോ കടുവയോ അടുത്തെവിടെയോ ഉണ്ട്. കാട്ടിലെ മറ്റു ജീവികൾക്ക് അത് മനസ്സിലായി. അവ നിശബ്ദമായി. എൻ്റെ ശരീരത്തിൽ അഡ്രിനാലിൻ ഇരച്ചു കയറി. ഹൃദയമിടിപ്പ് കൂടി. കൈകൾ ക്യാമറയിൽ ഇറുകെ പിടിച്ചു. ഞാൻ ചുറ്റും നോക്കി. കോടമഞ്ഞ് കാരണം 10 അടിക്കപ്പുറം ഒന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ റെക്കോർഡറിലെ ഓഡിയോ ലെവൽ നോക്കി. മൈക്ക് ഫുൾ സെൻസിറ്റിവിറ്റിയിലാണ്. സ്ക്രീനിലെ പച്ച ഗ്രാഫ് അനങ്ങുന്നില്ല. തികഞ്ഞ നിശബ്ദത. പെട്ടെന്ന് ആ ഗ്രാഫിലൊരു ചെറിയ ചലനമുണ്ടായി. ഒരു ചുവപ്പ് വര മുകളിലേക്ക് പോയി. എന്തോ ഒരു ശബ്ദം റെക്കോർഡർ പിടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ചെവികൾക്ക് കേൾക്കാൻ കഴിയാത്തത്ര നേരിയൊരു ശബ്ദം. ഞാൻ ഹെഡ്ഫോൺ ചെവിയിലേക്ക് വെച്ച് വോളിയം കൂട്ടി. ശബ്ദം വ്യക്തമായി. ഒരു മുരൾച്ചയല്ല, മൃഗങ്ങളുടെ ശബ്ദവുമല്ല. അത് ശ്വാസമെടുക്കുന്ന ശബ്ദമായിരുന്നു. വളരെ ഭാരമുള്ള ഒരു ശ്വാസോച്ഛ്വാസം. അത് വരുന്നത് ദൂരത്തു നിന്നല്ല, എൻ്റെ വളരെ അടുത്തു നിന്നാണ്. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല, മരങ്ങൾ മാത്രം. ഞാൻ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഏത് മൃഗമാണെങ്കിലും അതെന്നെ കണ്ടിട്ടുണ്ടാകും. ഞാൻ പതിയെ ചുവടുകൾ വെച്ചു. ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞാനത് കണ്ടത്. പാതയുടെ നടുവിൽ ചെളിയിൽ പുതിയൊരു കാൽപ്പാട്. ഞാൻ അവിടെ മുട്ടുകുത്തിയിരുന്നു. ക്യാമറ അതിലേക്ക് ഫോക്കസ് ചെയ്തു. എൻ്റെ ട്രക്കിംഗ് ബൂട്ടിൻ്റെ അടയാളം അവിടെയുണ്ട്. അതിന് തൊട്ടടുത്തായി മറ്റൊരടയാളവും. അതൊരു ബൂട്ടിൻ്റെ അടയാളമായിരുന്നില്ല, ഒരു മനുഷ്യൻ്റെ നഗ്നമായ പാദത്തിൻ്റെ അടയാളമായിരുന്നു. വലിയൊരു പാദം. വിരലുകൾ ചെളിയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ തലച്ചോർ അതിവേഗം പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ കൊടുങ്കാട്ടിൽ, ഈ മഴയത്ത് ഒരു മനുഷ്യൻ നഗ്നപാതനായി നടക്കുകയോ? അതും ഈ തണുപ്പിൽ. അത് അസാധ്യമാണ്. ഏതെങ്കിലും ആദിവാസിയാണെങ്കിലോ? ഈ കാലാവസ്ഥയിൽ ആരും പുറത്തിറങ്ങില്ല എന്ന് അപ്പൻ പറഞ്ഞതാണ്. ഞാൻ ആ കാൽപ്പാട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിലൊരു പ്രശ്നമുണ്ട്. ചെളിയിൽ പതിയുന്ന വെള്ളം ഇപ്പോൾ കലങ്ങിയിട്ടേയുള്ളൂ. അതായത് ഈ കാൽപ്പാട് വളരെ പുതിയതാണ്. ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് മാത്രം പതിഞ്ഞത്. അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടായിരുന്നു. ആ കാൽപ്പാട് മുന്നോട്ടല്ല പോയിരിക്കുന്നത്. അത് എന്നെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അതായത് ആ പാദത്തിൻ്റെ ഉടമ എൻ്റെ മുന്നിൽ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം. എന്നിട്ട് അതെങ്ങോട്ടോ മാറിപ്പോയി. എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. എൻ്റെ കഴുത്തിന് പിന്നിലെ രോമങ്ങൾ എഴുന്നു നിന്നു. എന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്. ഈ മരങ്ങൾക്കിടയിൽ നിന്നും, ഈ മഞ്ഞിൽ നിന്നും. ഞാൻ വേഗത്തിൽ എഴുന്നേറ്റു. ക്യാമറ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആരാ അത്? ഞാൻ ഉറക്കെ ചോദിച്ചു. എൻ്റെ ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. മറുപടി ഉണ്ടായില്ല. മഴയുടെ ശബ്ദം മാത്രം. പെട്ടെന്ന് താപനില കുറയാൻ തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്ന ഹ്യൂമിഡിറ്റി മാറി കടുത്ത തണുപ്പ് വന്നു. ഞാൻ ശ്വാസം വിടുമ്പോൾ അത് പുക പോലെ പുറത്തേക്ക് വരുന്നത് എനിക്ക് കാണാമായിരുന്നു. താപനില പെട്ടെന്ന് ഇത്രയും കുറയാൻ കാരണമില്ല. എൻ്റെ ഗിയറുകൾ പണി മുടക്കാൻ തുടങ്ങി. ക്യാമറയുടെ സ്ക്രീൻ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. ബാറ്ററി 82% ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് 40%. പിന്നെ 15. ഞാൻ ദേഷ്യത്തോടെ പിറുപിറുത്തു. ഞാൻ വേഗം ബാറ്ററി മാറ്റാൻ വേണ്ടി ബാക്ക് പാക്ക് താഴെ വയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കൊക്കയുടെ ഭാഗത്തു നിന്നും ആ വെളിച്ചം കണ്ടത്. വളരെ നേർത്തൊരു വെളിച്ചം. മഞ്ഞ നിറം. ഒരു തീപ്പന്തം പോലെ. ഈ മഴയത്ത് തീപ്പന്തം കത്തുകയോ? ഞാൻ ബാക്ക് പാക്ക് താഴെ വെച്ചില്ല. പകരം ക്യാമറ ആ വെളിച്ചത്തിന് നേരെ തിരിച്ചു. ISO പരമാവധി കൂട്ടി. ലെൻസ് സൂം ചെയ്തു. സ്ക്രീനിൽ ആ ദൃശ്യം വ്യക്തമായി. കൊക്കയുടെ മറുവശത്ത് കുത്തനെയുള്ള പാറക്കെട്ടിൽ ഒരു രൂപം നിൽപ്പുണ്ട്. അതൊരു മനുഷ്യൻ്റെ രൂപമാണ്. പക്ഷേ സാധാരണ ഒരു മനുഷ്യനല്ല. അത് വളരെ മെലിഞ്ഞിട്ടാണ്. കൈകൾ കാൽമുട്ടിനും താഴേക്ക് നീണ്ടു കിടക്കുന്നു. അത് ആ പാറക്കെട്ടിൽ നിൽക്കുന്നത് ഒരു സപ്പോർട്ടുമില്ലാതെയാണ്. ഗുരുത്വാകർഷണം അതിനെ ബാധിക്കുന്നില്ല എന്ന് തോന്നും. ആ വെളിച്ചം വരുന്നത് അതിൻ്റെ കയ്യിൽ നിന്നല്ല, മറിച്ച് അതിൻ്റെ ശരീരത്തിൽ നിന്നാണ്. അതുമെല്ലെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. നടക്കുകയല്ല, പാറകളിലൂടെ അത് ഒഴുകി ഇറങ്ങുകയായിരുന്നു. ഒരു ചിലന്തിയെപ്പോലെ, അവിശ്വസനീയമായ വേഗതയിൽ. ക്യാമറയുടെ ബാറ്ററി 5%. റെഡ് അലർട്ട് മിന്നി തുടങ്ങി. ആ രൂപം പെട്ടെന്ന് നിന്നു. അത് തലതിരിച്ചു.
നേരെ എൻ്റെ ക്യാമറയുടെ ലെൻസിലേക്ക്, എൻ്റെ കണ്ണുകളിലേക്ക്. ക്യാമറയുടെ സ്ക്രീനിൽ അതിൻ്റെ മുഖം വ്യക്തമായില്ല, ഇരുട്ട് മാത്രം. പക്ഷെ അത് എന്നെയാണ് നോക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായി. വെളിച്ചമണഞ്ഞു. അടുത്ത നിമിഷം ക്യാമറ ഓഫായി. അന്ധകാരം എന്നെ പൊതിഞ്ഞു. ഞാൻ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു. ക്യാമറയില്ല, വെളിച്ചമില്ല. എൻ്റെ ഹെഡ്ഫോണിൽ ഇപ്പോഴും റെക്കോർഡർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടു. കാൽപ്പാടുകളുടെ ശബ്ദം. അത് കൊക്കയുടെ താഴെ നിന്നല്ല വരുന്നത്, അതെൻ്റെ മുന്നിൽ നിന്നാണ്. ആ രൂപം കൊക്ക താണ്ടി എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. വെറും 2 സെക്കൻഡുകൾ കൊണ്ട്. ശബ്ദം അടുത്തേക്ക് വരികയാണ്. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ കാലുകൾ തറയിൽ ഉറച്ചുപോയി. എൻ്റെ മുഖത്തൊരു തണുത്ത കാറ്റ് വീശി. അഴുകിയ മാംസത്തിൻ്റെ ഗന്ധമുള്ള കാറ്റ്. റെക്കോർഡിലെ ശബ്ദരേഖയിൽ അപ്പോൾ ആ ശബ്ദം പതിഞ്ഞു. ഒരു മൂളൽ, ഒരു പാട്ടുപോലെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാടൻ പാട്ടിൻ്റെ ഈണം. അത് പാടുന്നത് സ്ത്രീയോ പുരുഷനോ എന്ന് വ്യക്തമല്ല. അത് പാടിക്കൊണ്ട് എൻ്റെ മുഖത്തേക്കടുത്തു. എൻ്റെ കവിളിലൊരു തണുത്ത സ്പർശനം അനുഭവപ്പെട്ടു. വിരലുകളില്ലാത്ത മരവിച്ചൊരു സ്പർശനം. ഞാൻ കണ്ണുകൾ ഇറുകി അടച്ചു. ആ തണുത്ത സ്പർശനം എൻ്റെ കവിളിൽ നിന്നും പിൻവലിക്കപ്പെട്ടില്ല. അതവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, ഒരു മഞ്ഞുകട്ട വെച്ചതുപോലെ. സാറേ, പെട്ടെന്ന് കേട്ട ആ ശബ്ദത്തിൽ ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. അതാ പാട്ടിൻ്റെ ഈണമായിരുന്നില്ല. ആ മരവിച്ച സ്പർശനം പെട്ടെന്നില്ലാതായി. ഞാൻ കണ്ണുകൾ തുറന്നു. ഇരുട്ട്, മഴ, വേറെ ഒന്നുമില്ല. സാറേ ഇവിടെ നിൽക്കുവാണോ? ശബ്ദം എൻ്റെ പിന്നിൽ നിന്നാണ്. ഞാൻ തിരിഞ്ഞു നോക്കി. മഴയത്ത് കുതിർന്നു നിൽക്കുന്ന അപ്പൻ. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. കയ്യിലൊരു വലിയ ടോർച്ചുമുണ്ട്. അപ്പാ, നിങ്ങളെന്താ തിരികെ വന്നത്? എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൻ എൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. അയാളുടെ കണ്ണുകൾ ചുറ്റും പരതുന്നുണ്ടായിരുന്നു. ഞാൻ താഴെ എത്തിയില്ല സാറേ. എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നി. സാറിനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയായില്ല എന്ന് തോന്നി. ഈ കാട് ഇന്നൊരു വല്ലാത്ത മൂഡിലാണ്, അയാൾ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഒപ്പം പറഞ്ഞറിയിക്കാനാവാത്ത ഭയവും. ഞാൻ അനുഭവിച്ചതൊക്കെ എൻ്റെ തോന്നലുകളായിരുന്നോ? അപ്പൻ വന്നതുകൊണ്ടാണോ ആ സ്പർശനമില്ലാതായത്? അപ്പാ, എൻ്റെ ക്യാമറ ഓഫായി. ഇവിടെ മറ്റാരോ ഉണ്ട്. ഞാൻ കണ്ടു. ഞാൻ വേഗത്തിൽ പറഞ്ഞു. അപ്പൻ്റെ മുഖത്തെ പേടി ഒന്നുകൂടി കൂടി. അയാൾ എൻ്റെ ക്യാമറയിലേക്ക് നോക്കി. വേണ്ട സാറേ, കൂടുതൽ പറയണ്ട. ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. നേരം വൈകി. അപ്പൻ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എൻ്റെ ബാക്ക് പാക്ക് താഴെ വീണു, ഞാൻ പറഞ്ഞു. അപ്പൻ ടോർച്ച് താഴേക്കടിച്ചു. ചെളിയിൽ എൻ്റെ ബാക്ക് പാക്ക് കിടപ്പുണ്ട്. അയാൾ അത് കുനിഞ്ഞെടുത്ത് എൻ്റെ പുറത്തേക്ക് വെച്ച് തന്നു. നടക്കൂ സാറേ, വേഗം. അപ്പൻ തിടുക്കം കൂട്ടി. ഞങ്ങൾ താഴേക്ക് നടക്കാൻ തുടങ്ങി. അപ്പൻ മുന്നിലും ഞാൻ പിന്നിലുമായി. അയാളുടെ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് വഴികാട്ടി. മഴയ്ക്കൊട്ടും ശമനമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ആ കാൽപ്പാടുകളും ആ നിഴൽ രൂപവുമായിരുന്നു. ആ തണുത്ത സ്പർശനത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും എൻ്റെ കവിളിൽ നീറുന്നുണ്ട്. ഞാൻ റെക്കോർഡറിലെ ഫയൽ സേവ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഒരു ശബ്ദവും കേൾക്കാൻ എനിക്ക് ധൈര്യമില്ല. അപ്പാ, നിങ്ങളാരെങ്കിലും പാട്ട് പാടുന്നത് കേട്ടോ? ഞാൻ നടപ്പിനിടയിൽ ചോദിച്ചു. അപ്പൻ പെട്ടെന്ന് നിന്നു. അയാൾ തിരിഞ്ഞു നോക്കി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം വിളറിയിരുന്നു. എന്തു പാട്ട്? ഞാനൊന്നും കേട്ടില്ല. ഒരു പഴയ പാട്ട്, ഒരു മൂളൽ പോലെ. വേണ്ട സാറേ, മിണ്ടാതിരിക്കേ. ഈ നേരത്തെ ഈ കാട്ടിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അപ്പൻ കർശനമായി പറഞ്ഞു. ഞാൻ നിശബ്ദനായി. ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പാത വീണ്ടും ഇടുങ്ങി. വലതുവശത്ത് അതേ കൊക്കയാണ്. ഇരുട്ട് കാരണം കൊക്കയുടെ ആഴം കാണാൻ കഴിയുന്നില്ല. അപ്പൻ പെട്ടെന്ന് നിന്നു. അയാളുടെ ടോർച്ച് മുന്നിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എന്താ അപ്പാ? ഞാൻ ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. ടോർച്ചിൻ്റെ വെളിച്ചം മുന്നിലെ ഒരു മരത്തിലേക്ക് നീണ്ടു നിൽക്കുന്നു. ആ മരത്തിൻ്റെ തായ്തടിയിൽ എന്തോ ഉണ്ട്. ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ആ കാഴ്ച കണ്ടെൻ്റെ ശ്വാസം നിന്നുപോയി. മരത്തിൻ്റെ തായ്തടിയിൽ മണ്ണിൽ നിന്നും ഏകദേശം 10 അടി ഉയരത്തിൽ ഒരു വലിയ ജീവിയുടെ നഖപ്പാടുകൾ. തൊലി ഉരിഞ്ഞു പോയിരിക്കുന്നു. പുതിയ പാടുകളാണ്.
പുലിയാണോ? ഞാൻ പതുക്കെ ചോദിച്ചു. അപ്പൻ അല്ല എന്ന് തലയാട്ടി. ഇത് പുലിയല്ല സാറേ. പുലി ഇത്രയും ഉയരത്തിൽ മാന്തില്ല. അതും ഇത്രയും വലിയ പാടുകൾ. അയാളുടെ ശബ്ദം വിറച്ചു. പിന്നെ? അപ്പൻ എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഭയം മാത്രമായിരുന്നില്ല, ഒരുതരം നിസ്സഹായത കൂടിയുണ്ടായിരുന്നു. സാറേ, ഞാൻ പറഞ്ഞില്ലേ, അവർ ഇറങ്ങും. നമുക്ക് വഴി മാറിപ്പോകാം. ഇവിടെ നിൽക്കണ്ട. അപ്പൻ പാതയിൽ നിന്നും മാറി കാടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പാ, എങ്ങോട്ടായി പോകുന്നേ? വഴി തെറ്റില്ലേ? ഞാൻ ചോദിച്ചു. ഈ വഴിയെ പോയാൽ നമ്മൾ താഴെ എത്തില്ല സാറേ. എനിക്കറിയാം. എൻ്റെ കൂടെ വാ. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ അപ്പൻ്റെ പിന്നാലെ നടന്നു. കാടിനുള്ളിൽ നടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. മുള്ളുകളും വള്ളികളും കാലിൽ തടഞ്ഞു. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ കാൽ വീണു. ഏകദേശം 1 മണിക്കൂർ ഞങ്ങളങ്ങനെ നടന്നു. എൻ്റെ കാലുകൾ കുഴയാൻ തുടങ്ങിയിരുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നു. അപ്പാ, കുറച്ചു നേരം നിൽക്കാം. എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞു. അപ്പൻ നിന്നു. അയാൾ ടോർച്ചണച്ചു. എന്താ ടോർച്ചണച്ചത്? ഞാൻ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ബാറ്ററി തീരാറായി സാറേ. ഇനിയും ഒരുപാട് ദൂരമുണ്ട്. സൂക്ഷിച്ചുപയോഗിക്കണം. ഇരുട്ടിൽ നിന്നുകൊണ്ട് അപ്പൻ പറഞ്ഞു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഹെഡ്ലൈറ്റ് എടുത്ത് ഓണാക്കി. അതിൻ്റെ വെളിച്ചവും കുറവാണ്. അപ്പോഴാണ് എനിക്ക് ആ തോന്നലുണ്ടായത്. എൻ്റെ തൊട്ടുപിന്നിൽ അപ്പൻ നിൽക്കുന്നതിന് എതിർവശത്തായി ആരോ നിൽക്കുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ആ ഭാഗത്തേക്ക് തിരിച്ചു. ആരുമില്ല. എന്താ സാറേ? അപ്പൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നുണ പറഞ്ഞു. എൻ്റെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. എൻ്റെ റെക്കോർഡർ. അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ സ്ക്രീനിൽ വെളിച്ചമുണ്ട്. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഞാനത് ഓഫ് ചെയ്തതല്ലേ. ഞാൻ ആ റെക്കോർഡർ എടുത്ത് ഓഡിയോഗ്രാഫ് നോക്കി. ഗ്രാഫ് മുകളിലേക്കും താഴേക്കും ചാടുന്നുണ്ട്. എന്തോ വലിയൊരു ശബ്ദം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. മഴയുടെ ശബ്ദം മാത്രം. ഞാൻ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ആദ്യം ഒരു നിശബ്ദത, പിന്നെ ഒരു ചിരി. പല്ലുകൾ കൂട്ടിയിടിക്കുന്നത് പോലൊരു ചിരി. അത് വളരെ അടുത്താണ്. റെക്കോർഡറിൻ്റെ മൈക്കിൽ ആരോ വായ വെച്ച് ചിരിക്കുന്നത് പോലെ. ഞാൻ ഹെഡ്ഫോൺ ഊരിയെറിഞ്ഞു. അപ്പാ, നമുക്ക് പോകാം, വേഗം, ഞാൻ ഉറക്കെ പറഞ്ഞു. അപ്പൻ ടോർച്ച് ഓണാക്കി. ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. വേഗത കൂട്ടി. പക്ഷെ കാട് ഞങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന അപ്പൻ അപ്രത്യക്ഷനായി. ഒരു ശബ്ദവുമില്ലാതെ. ടോർച്ചിൻ്റെ വെളിച്ചം അവിടെ തന്നെ നിലത്ത് കിടപ്പുണ്ട്. പക്ഷെ അപ്പനില്ല. അപ്പാ, ഞാൻ അലറി വിളിച്ചു. മറുപടിയില്ല. ഞാൻ ഓടിച്ചെന്ന് ആ ടോർച്ച് എടുത്തു. വെളിച്ചം ചുറ്റും അടിച്ചു നോക്കി. അപ്പാ, അപ്പൻ എവിടെയാ? കാട് നിശബ്ദമാണ്. എൻ്റെ ശബ്ദം മാത്രം അതിൽ മുഴങ്ങി. ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം താഴേക്കടിച്ചു. അവിടെ ആ ചെളിയിൽ അപ്പൻ്റെ ബൂട്ടിൻ്റെ അടയാളം പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. അതിനു മുന്നിൽ യാതൊരു കാൽപ്പാടുമില്ല. അയാൾ ആകാശത്തേക്ക് പറന്നുപോയതുപോലെ. പക്ഷേ ആ ബൂട്ടിൻ്റെ അടയാളത്തിന് ചുറ്റുമായി നിരവധി വലിയ കാൽപ്പാടുകൾ, നഗ്നമായ പാദങ്ങളുടെ അടയാളങ്ങൾ. അതപ്പനെ വളഞ്ഞതുപോലെ. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ടോർച്ച് താഴെ വീണു. ഞാൻ ഒറ്റയ്ക്കായി. വീണ്ടും ഈ കൊടുങ്കാട്ടിൽ, ഈ ഇരുട്ടിൽ. അപ്പൻ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഒരു നിഴലനങ്ങി. അത് മരങ്ങൾക്ക് പിന്നിൽ നിന്നല്ല, എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ്. ഞാൻ പതിയെ മുകളിലേക്ക് നോക്കി. മരക്കൊമ്പുകൾക്കിടയിൽ, ഇരുട്ടിൽ എന്നെ തന്നെ നോക്കി 2 കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവ ഇമജിമുന്നുണ്ടായിരുന്നില്ല. ഒരു കാട്ടുമൃഗത്തിൻ്റെ കണ്ണുകൾക്ക് അങ്ങനെ തിളങ്ങാൻ കഴിയില്ല. ഇരുട്ടിൽ തെളിഞ്ഞ 2 മഞ്ഞ വെളിച്ചങ്ങൾ. അതിൽ ജീവൻ്റെ തുടിപ്പില്ലായിരുന്നു. ഒരുതരം ശൂന്യത മാത്രം. ഞാൻ ശ്വാസം വിടാൻ മറന്നുപോയി. എൻ്റെ തൊണ്ട വരണ്ടു. ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം എൻ്റെ ചെവികളിൽ തന്നെ മുഴങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മഞ്ഞക്കണ്ണുകൾ താഴേക്ക് പതിച്ചു. ആ രൂപം മരക്കൊമ്പിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. 10 അടിയിലധികം ഉയരത്തിൽ നിന്നുള്ള ഒരു ചാട്ടം. അത്രയും വലിയൊരു രൂപം ചെളിയിലേക്ക് വീഴുമ്പോൾ ഒരു വലിയ ശബ്ദമുണ്ടാകണം. പക്ഷെ അവിടെ ഒരു ശബ്ദവുമില്ലായിരുന്നു. ഒരു ഉണക്കയില താഴേക്ക് വീഴുന്നത് പോലെ.
യാതൊരു ഭാരവുമില്ലാതെ അത് നിലത്തുറച്ചു. എൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നിന്നുപോയിരുന്നു. ശരീരത്തിലെ അവസാന തുള്ളി അഡ്രിനാലിനും ഉപയോഗിച്ച് ഞാൻ തിരിഞ്ഞോടി. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പാതയോ ദിശയോ ഞാൻ നോക്കിയില്ല. കാടിൻ്റെ ഇരുളിലേക്ക്, മുള്ളുകളും വള്ളികളും നിറഞ്ഞ ചെരുവിലേക്ക് ഞാൻ പാഞ്ഞു കയറി. എൻ്റെ മുഖത്ത് മരച്ചില്ലകൾ വന്നിടിച്ചു. തൊലി കീറി ചോര വരുന്നത് ഞാൻ അറിഞ്ഞു. ട്രക്കിംഗ് ബൂട്ടുകൾ ചെളിയിൽ പുതഞ്ഞു. പലതവണ ഞാൻ നിലത്തു വീണു. വീണ്ടും എഴുന്നേറ്റോടി. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. കാരണം എൻ്റെ തൊട്ടുപിന്നിൽ ആ കാൽപ്പാടുകളുടെ ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഞാൻ എത്ര വേഗത്തിൽ ഓടുന്നുവോ അത്രയും വേഗത്തിൽ ആ ശബ്ദവും എന്നെ പിന്തുടർന്നു. അത് ഓടുകയായിരുന്നില്ല, മറിച്ച് എൻ്റെ ചുവടുകൾക്കൊപ്പം കൃത്യമായി സഞ്ചരിക്കുകയായിരുന്നു. ഒരു നിഴൽ പോലെ. എൻ്റെ ശ്വാസം നിലച്ചു തുടങ്ങി. നെഞ്ച് പൊട്ടുന്നതുപോലെ വേദനിച്ചു. കാലുകളിലെ പേശികൾ കോച്ചി വലിച്ചു. ഇനിയും ഓടാൻ കഴിയില്ല. പെട്ടെന്ന് എൻ്റെ കാൽ വലിയൊരു വേരിൽ തടഞ്ഞു. ഞാൻ മുന്നോട്ട് മലർന്നടിച്ചു വീണു. ചെളിവെള്ളം നിറഞ്ഞ ഒരു ചെറിയ കുഴിയിലേക്കാണ് ഞാൻ വീണത്. എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും എൻ്റെ വലത് കാൽ ഉളുക്കിയിരുന്നു. അപ്പോഴാണ് എൻ്റെ മുന്നിലെ ആ കരിങ്കൽ കെട്ട് ഞാൻ കണ്ടത്. വലിയ 2 പാറകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ചെറിയ ഗുഹ. പണ്ടുകാലത്ത് കുരുമുളക് ചുമന്നു കൊണ്ടുവന്നിരുന്നവർ മഴ കൊള്ളാതിരിക്കാൻ ഉണ്ടാക്കിയതാകണം. കഷ്ടിച്ചൊരാൾക്ക് ചുരുണ്ടുകൂടി കിടക്കാം. മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ അതിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. ഇരുട്ടിലേക്ക് ഞാൻ പൂർണ്ണമായും വലിഞ്ഞു. കാൽമുട്ടുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് 2 കൈയും കൊണ്ട് ഞാൻ വായ പൊത്തിപ്പിടിച്ചു. എൻ്റെ ശ്വാസകോശത്തിൽ നിന്നുള്ള ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ കാൽപ്പാടുകളുടെ ശബ്ദം നിന്നു. അത് ഗുഹയുടെ പുറത്തെത്തിയിരുന്നു. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ഗുഹയുടെ കവാടത്തിന് തൊട്ടുപുറത്ത് അത് നിൽപ്പുണ്ട്. എനിക്കത് കാണാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ സാന്നിധ്യം ആ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിലെ താപനില ക്രമാതീതമായി താഴാൻ തുടങ്ങി. എൻ്റെ ശരീരം ആകെ ഉറച്ചു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ ഞാൻ വായ ഇറുകെ അടച്ചു പിടിച്ചു. ഗുഹയുടെ കരിങ്കൽ ഭിത്തികളിൽ മഞ്ഞുകണങ്ങൾ രൂപപ്പെടുന്നത് ആ ഇരുട്ടിലും ഞാൻ വ്യക്തമായി കണ്ടു. പുറത്ത് യാതൊരനക്കവുമില്ല. ഒരു ശ്വാസോച്ഛ്വാസം പോലുമില്ല. അതവിടെ തന്നെ നിൽക്കുകയാണ്, എന്നെ കാത്ത്. ഒരു നീണ്ട കൈപ്പത്തി ഗുഹയുടെ കവാടത്തിലെ പാറയിൽ പതിഞ്ഞു. വിരലുകൾക്ക് അസാധാരണമായ നീളമുണ്ടായിരുന്നു. നഖങ്ങളില്ല, വിളറിയ ജീവനില്ലാത്ത ചർമ്മം. ആ വിരലുകൾ പാറയിൽ മുറുകെ പിടിച്ചു. അതകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കണ്ണുകൾ ഇറുകെ അടച്ചു. എൻ്റെ അന്ത്യം ഞാൻ ഉറപ്പിച്ചു. പക്ഷെ എന്തോ ഒന്ന് അതിനെ തടയുന്നതുപോലെ തോന്നി. അതകത്തേക്ക് വന്നില്ല. ഗുഹയുടെ കവാടത്തിൽ കൊത്തിവെച്ചിട്ടുള്ള പായൽ പിടിച്ച ചില അടയാളങ്ങളാകാം അതിനെ തടഞ്ഞത്. ആ കൈപ്പത്തി പതുക്കെ പിൻവലിക്കപ്പെട്ടു. എന്നിട്ടും താപനില സാധാരണ നിലയിലായില്ല. അതവിടെ നിന്നും പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മണിക്കൂറുകൾ എങ്ങനെയാണ് കടന്നുപോയതെന്ന് എനിക്കറിയില്ല. ആ കരിങ്കൽ തറയിൽ നനഞ്ഞ വസ്ത്രങ്ങളുമായി കൊടും തണുപ്പിൽ ഞാൻ മരവിച്ചിരുന്നു. ഭയവും തണുപ്പും എൻ്റെ ബോധം കെടുത്താൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. കണ്ണു തുറക്കുമ്പോൾ ഗുഹയുടെ കവാടത്തിലൂടെ നേരിയ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രഭാതമായിരിക്കുന്നു. ഞാൻ ഞെട്ടിയുണർന്നു. പുറത്ത് മഴ തോർന്നിരിക്കുന്നു. പക്ഷികളുടെ ചിലക്കലുകൾ കേൾക്കാം. കാടതിൻ്റെ സാധാരണ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവൻ വേദനിച്ചു. കാലിലെ ഉളുക്ക് കാരണം അനങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. പതുക്കെ നിറങ്ങി ഞാൻ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ചെളിയിൽ കാൽപ്പാടുകളൊന്നുമില്ല. മഴയിൽ എല്ലാം ഒലിച്ചു പോയിരുന്നു. രാത്രി നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നോ? എൻ്റെ ക്യാമറ ഓഫായതിനു ശേഷം എൻ്റെ ഭയം എന്നെക്കൊണ്ട് പലതും തോന്നിപ്പിച്ചതാണോ? ഞാൻ ചുറ്റും നോക്കി. വെളിച്ചത്തിൽ ആ കാടിന് യാതൊരു ഭീകരതയുമില്ലായിരുന്നു. താഴേക്ക് നടക്കുക എന്നത് മാത്രമായിരുന്നു മുന്നിലുള്ള ഒരേ ഒരു വഴി. അപ്പൻ എവിടെയാണെന്ന ചിന്ത എന്നെ അലട്ടി. അയാൾ ചിലപ്പോൾ പേടിച്ച് താഴേക്ക് ഓടിയിട്ടുണ്ടാകും. ഞാൻ പതിയെ നടക്കാൻ തുടങ്ങി. ഏകദേശം 3 മണിക്കൂർ എടുത്തു താഴെയുള്ള ചെറിയ ഗ്രാമത്തിലെത്താൻ. അതൊരു പഴയ സെറ്റിൽമെൻ്റ് ആയിരുന്നു. കുറച്ച് വീടുകളും ഒരു ചെറിയ ചായക്കടയും മാത്രം. എന്നെ കണ്ടതും ചായക്കടയിലുണ്ടായിരുന്നവർ ഓടി വന്നു.
എൻ്റെ കോലം കണ്ട് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകണം. എൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. മുഖത്താകെ രക്തമുണങ്ങിപ്പിടിച്ച പാടുകൾ. ഒരാൾ എനിക്ക് കുടിക്കാൻ ചൂടുവെള്ളം തന്നു. എന്താ സാറേ പറ്റിയത്? കാട്ടിൽ വഴി തെറ്റിയോ? ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. ഞാൻ ആർത്തിയോടെ വെള്ളം കുടിച്ചു. എൻ്റെ ഗൈഡ് അപ്പൻ, അയാളെ കാട്ടിൽ വെച്ച് കാണാതായി. ഞാൻ കിതപ്പോടെ പറഞ്ഞു. അപ്പൻ എന്ന പേര് കേട്ടതും ചായക്കടയിലുണ്ടായിരുന്നവരുടെ മുഖത്തെ ഭാവം മാറി. അവർ പരസ്പരം നോക്കി. പൂർണ്ണമായ നിശബ്ദത. ചായക്കടക്കാരൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അയാളൊരു പ്രായമായ മനുഷ്യനുമായാണ് തിരികെ വന്നത്. വെളുത്ത മുടിയും ചുക്കിച്ചുടിഞ്ഞ മുഖവുമുള്ള ഒരാൾ. ഗ്രാമത്തലവനാണ്. പേര് ഭാസ്കരൻ. ഭാസ്കരൻ എൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ നോട്ടത്തിൽ വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. സാർ ഏതപ്പനെക്കുറിച്ചാണ് പറയുന്നേ? ഭാസ്കരൻ ചോദിച്ചു. 32-ാം വളവിലെ അപ്പൻ. നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ആളാ. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ മല കയറാൻ വന്നതാണ്. രാത്രി പകുതി വഴിക്ക് വെച്ച് അയാളെ കാണാതായി. ഞാൻ വിശദീകരിച്ചു. ഭാസ്കരൻ തൻ്റെ നെറ്റിയിൽ കൈവച്ചു. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ടെൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സാറേ, അപ്പം മരിച്ചിട്ട് 5 വർഷമായി. എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. ഞാൻ കേട്ടത് തെറ്റിയതാണോ? 5 വർഷമോ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഇന്നലെ ഉച്ചയ്ക്ക് ബേസ് ക്യാമ്പിൽ വെച്ച് ഞാൻ അയാളോട് സംസാരിച്ചതാണ്. അയാൾ എൻ്റെ കൂടെ കാട്ടിലേക്ക് വന്നതാണ്. ഞാൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഭാസ്കരൻ ശാന്തനായിരുന്നു. സാറേ, 5 വർഷം മുമ്പ് ഇതേപോലൊരു കാലവർഷത്തിൽ ആ പാതയിലൂടെ വിദേശികളായ കുറച്ചു പേർക്ക് വഴികാട്ടിയായി പോയതാ അപ്പൻ. കാൽ തെറ്റി താഴെ കൊക്കയിലേക്ക് വീണു. കൊക്കയുടെ താഴെ വെള്ളച്ചാട്ടമാണ്. ശരീരം പോലും കിട്ടിയില്ല. ഈ ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണിത്. ഞാൻ തറഞ്ഞുപോയി. എൻ്റെ തലച്ചോറ് മരവിച്ചു. 5 വർഷം മുമ്പ് മരിച്ച അപ്പൻ. അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ നടന്നത് ആരാണ്? എന്നോട് സംസാരിച്ചതാരാണ്? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭ്രമാത്മകത എന്നെ കീഴ്പ്പെടുത്തുകയാണോ? പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ പോക്കറ്റിൽ സൂം H6 റെക്കോർഡർ ഭദ്രമായുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഞാനത് ഓൺ ചെയ്ത് കഴുത്തിലിട്ടിരുന്നതാണ്. അപ്പൻ സംസാരിച്ചതെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ടാകും. എനിക്കെൻ്റെ യുക്തിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഭ്രാന്തനല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. കൈകൾ വിറച്ചുകൊണ്ട് ഞാൻ ആ റെക്കോർഡർ പുറത്തെടുത്തു. പവർ ബട്ടൺ അമർത്തി. ഭാഗ്യത്തിന് അതിൽ ചെറിയൊരു ശതമാനം ബാറ്ററി ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഫയലുകൾ പരിശോധിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:05 റെക്കോർഡ് ചെയ്ത ഫയൽ. ഞാൻ ബേസ് ക്യാമ്പിൽ വെച്ച് അപ്പനുമായി സംസാരിച്ച ഭാഗം. ഞാൻ പ്ലേ ബട്ടൺ അമർത്തി. വോളിയം കൂട്ടി. റെക്കോർഡറിൽ നിന്നും കാറ്റിൻ്റെ ചെറിയ ശബ്ദം കേൾക്കാം. തുടർന്ന് എൻ്റെ ശബ്ദം. എന്താ അപ്പ, പകുതി വഴിക്ക് വെച്ച് മടങ്ങുകയാണോ? അടുത്തതായി അപ്പൻ്റെ മറുപടി വരേണ്ടതാണ്. സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പഴയ വഴിയാണ് എന്ന് അയാൾ പറയുന്ന ഭാഗം. ഞാൻ ശ്വാസമടക്കി പിടിച്ച് കാത്തു നിന്നു. പക്ഷേ നിശബ്ദത. കാറ്റിൻ്റെ ശബ്ദം മാത്രം. റെക്കോർഡറിൽ അപ്പൻ്റെ ശബ്ദമില്ല. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും എൻ്റെ ശബ്ദം. അപ്പൻ പോയിക്കോളൂ. എനിക്ക് GPS ട്രാക്കറുണ്ട്. സാറ്റലൈറ്റ് ഫോണുമുണ്ട്. ഞാൻ നാളെ രാവിലെയേ ഇറങ്ങൂ. ഞാൻ റെക്കോർഡർ സ്കിപ്പ് ചെയ്തു. കാട്ടിലൂടെ നടക്കുമ്പോൾ അപ്പനുമായി സംസാരിച്ച ഭാഗങ്ങൾ. എല്ലായിടത്തും എൻ്റെ ശബ്ദം മാത്രമാണുള്ളത്. എൻ്റെ ചോദ്യങ്ങൾ മാത്രം. മറുപടികളുടെ സ്ഥാനത്ത് വെറും ശൂന്യത. കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം മാത്രം. അതായത് ഞാൻ ഇന്നലെ ഉച്ച മുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത് കാറ്റിനോടാണ്, വെറും ശൂന്യതയോട്. എൻ്റെ തലച്ചോറ് അപ്പനെന്നൊരു സാന്നിധ്യത്തെ സൃഷ്ടിച്ചെടുത്തതാണോ? എൻ്റെ ഏകാന്തത എന്നെ തോൽപ്പിച്ചതാണോ? എങ്കിൽ ഇന്നലെ രാത്രി എന്നെ തിരികെ വിളിക്കാൻ വന്നത് ആരായിരുന്നു? ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ആ ഫയൽ ഏറ്റവും അവസാനത്തേക്ക് ഫോർവേഡ് ചെയ്തു. രാത്രിയിലെ ആ സമയം. എൻ്റെ ക്യാമറ ഓഫായ ശേഷം അപ്പൻ ടോർച്ചുമായി തിരികെ വന്ന സമയം. ഞാൻ പ്ലേ ചെയ്തു. കാൽപ്പാടുകളുടെ ശബ്ദം വ്യക്തമായി കേൾക്കാം. എൻ്റെ ഭയന്നുള്ള ശ്വാസോച്ഛ്വാസം. തുടർന്ന് എൻ്റെ ശബ്ദം. അപ്പാ, നിങ്ങളെന്താ തിരികെ വന്നത്? തുടർന്ന് ആ നിശബ്ദത. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് റെക്കോർഡറിൽ ഒരു മറുപടി വന്നു. അതപ്പൻ്റെ ശബ്ദമായിരുന്നില്ല. രക്തം മരവിപ്പിക്കുന്ന ഒരു സ്ത്രീ ശബ്ദം.
നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ പഴയ മലയാളത്തിലായിരുന്നു ആ വാക്കുകൾ. അതിൽ ദുഃഖമില്ലായിരുന്നു, പകരം ക്രൂരമായ ഒരു തരം തണുപ്പായിരുന്നു. അവർ പറഞ്ഞത് ഇതായിരുന്നു: അവൻ പോയി, ഇനി നീ മാത്രം, ഞങ്ങൾക്ക് നീ മാത്രം. എൻ്റെ കയ്യിൽ നിന്നും റെക്കോർഡർ താഴേക്ക് വീണു. ഞാൻ പരിഭ്രാന്തിയോടെ മുന്നോട്ട് നോക്കി. എൻ്റെ കണ്ണുകൾ വികസിച്ചു. കാരണം ആ സ്ത്രീ ശബ്ദം വന്നത് റെക്കോർഡറിൽ നിന്നായിരുന്നില്ല. അതിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗ്രാമത്തലവൻ ഭാസ്കരൻ്റെ വായിൽ നിന്നായിരുന്നു. ഭാസ്കരൻ അതേ നിൽപ്പിൽ എന്നെ നോക്കി നിൽക്കുകയാണ്. ചുറ്റുമുള്ള ഗ്രാമവാസികളെല്ലാം ഒരു പ്രതിമ പോലെ നിശ്ചലമായിരിക്കുന്നു. അവരുടെയൊന്നും മുഖത്ത് യാതൊരു ഭാവവുമില്ല. ഞാൻ ഭാസ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അയാളുടെ കണ്ണുകളിപ്പോൾ സാധാരണ മനുഷ്യൻ്റേതായിരുന്നില്ല. അതിൽ കൃഷ്ണമണികളില്ല, പകരം കാട്ടിലെ ഇരുട്ടിൽ ഞാൻ കണ്ട അതേ മഞ്ഞ വെളിച്ചം. ഭാസ്കരൻ എൻ്റെ നേർക്ക് കുനിഞ്ഞു. അയാളുടെ ചുണ്ടുകൾ വിടർന്നു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അതേ ചിരി. എനിക്ക് അലറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. എൻ്റെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയതുപോലെ. ഭാസ്കരൻ്റെ മുഖത്തെ ആ പല്ലിടിച്ചുള്ള ചിരി ഒരു മനുഷ്യൻ്റേതായിരുന്നില്ല. അയാളുടെ താടിയല്ലുകൾ അസാധാരണമായി താഴേക്ക് വലിഞ്ഞിരുന്നു. കണ്ണുകളിലെ ആ മഞ്ഞ വെളിച്ചം എൻ്റെ ജീവൻ വലിച്ചെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ചുറ്റുമുള്ളവരിലേക്ക് ഞാൻ ഭയത്തോടെ കണ്ണോടിച്ചു. ചായക്കടക്കാരൻ, എനിക്ക് വെള്ളം തന്ന ചെറുപ്പക്കാരൻ, മറ്റ് ഗ്രാമവാസികൾ എല്ലാവരും നിശ്ചലരാണ്, പ്രതിമകൾ പോലെ. ആരുടെയെങ്കിലും നെഞ്ച് ശ്വാസമെടുക്കാൻ ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. ഇല്ല, അവരാരും ജീവനുള്ളവരല്ല എന്ന സത്യം എന്നെ ഞെട്ടിച്ചു. ഞാൻ എവിടെയാണ് വന്നുപെട്ടിരിക്കുന്നത്? പെട്ടെന്ന് ഭാസ്കരൻ അയാളുടെ വലം കൈ എൻ്റെ നേരെ നീട്ടി. നീളമുള്ള ജീവനില്ലാത്ത വിളറിയ വിരലുകൾ. ഇന്നലെ രാത്രി ഗുഹയുടെ കവാടത്തിൽ ഞാൻ കണ്ട അതേ വിരലുകൾ. ഞാൻ പിന്നിലേക്ക് ആഞ്ഞു. എൻ്റെ കാലിലെ ഉളുക്ക് വകവയ്ക്കാതെ ഞാൻ ഓടാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ പിന്നിൽ ഒരു മതിൽ പോലെ ആ ഗ്രാമവാസികൾ നിന്നിരുന്നു. അവർ എന്നെ വളയുകയായിരുന്നു. ആരുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങളില്ല. എല്ലാവരുടെയും കണ്ണുകളിൽ ഇപ്പോൾ ആ മഞ്ഞ വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ചായക്കടയുടെ മരത്തൂണിൽ പിടിച്ച് വേച്ചു നിന്നു. എൻ്റെ വലതുകൈ അറിയാതെ എൻ്റെ നെഞ്ചിലെ കുരിശിലേക്ക് പോയി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. അവർ ആരും മറുപടി പറഞ്ഞില്ല. അവർ ഒരു ചുവട് എൻ്റെ അടുത്തേക്ക് വെച്ചു, കൃത്യമായ താളത്തിൽ, ഒരു പട്ടാളച്ചിട്ടയോടെ. എനിക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ഞാൻ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ജനവാസ കേന്ദ്രത്തിലെത്തിയെന്നത് എൻ്റെ മറ്റൊരു തോന്നലായിരുന്നോ? ഈ ഗ്രാമം തന്നെ ഒരു മായയാണോ? നേരം വെളുത്തു എന്നതും മായയാണോ? പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ശക്തമായ കാറ്റ് വീശി. ചായക്കടയുടെ ഓലമേൽക്കൂര പറന്നു പോകുന്നത് പോലെ തോന്നി. ആ കാറ്റിനൊപ്പം ദൂരെ നിന്നും ഒരു ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. എഞ്ചിനിരപ്പുന്ന ശബ്ദം. അതടുത്തേക്ക് വരികയാണ്. ഗ്രാമവാസികളുടെ ശ്രദ്ധ ഒരു നിമിഷം ആ ശബ്ദത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ കണ്ണുകളിലെ മഞ്ഞ വെളിച്ചം ഒന്നു മങ്ങി. ജീപ്പ് ചായക്കടയ്ക്ക് മുന്നിലേക്ക് പാഞ്ഞു വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ചെളി തെറിപ്പിച്ചുകൊണ്ട് നിന്ന ആ പഴയ മഹീന്ദ്ര ജീപ്പിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. കാക്കി യൂണിഫോം ധരിച്ച ഒരാൾ, ഒരു ഫോറസ്റ്റ് ഗാർഡ്. അയാളുടെ കയ്യിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ശക്തമായ വെളിച്ചം എൻ്റെ മുഖത്തേക്കും ഗ്രാമവാസികളുടെ മുഖത്തേക്കും വീണു. എന്താ ഇവിടെ? അയാൾ ഉറക്കെ ചോദിച്ചു. ആ വെളിച്ചം വീണ നിമിഷം അത്ഭുതമെന്നോണം എല്ലാം പഴയതുപോലെയായി. ഗ്രാമവാസികളുടെ മുഖത്തെ മരവിപ്പ് മാറി. ഭാസ്കരൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നതുപോലെ എന്നെ നോക്കി. അയാളുടെ കണ്ണുകളിപ്പോൾ സാധാരണ മനുഷ്യൻ്റേതാണ്. ഒന്നുമില്ല സാറേ, ഇദ്ദേഹം കാട്ടിൽ വഴിതെറ്റി വന്നതാ, അപ്പൻ്റെ കൂടെ പോയതാണെന്ന് പറയുന്നു, ഭാസ്കരൻ ഫോറസ്റ്റ് ഗാർഡിനോട് പറഞ്ഞു. ഞാൻ വിശ്വസിക്കാനാവാതെ ഭാസ്കരനെ നോക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അയാൾ എന്നെ കൊന്നു തിന്നാൻ വരുന്നത് പോലെയാണ് നിന്നത്. ഇപ്പോൾ അയാൾ തികച്ചും സാധാരണക്കാരനായ ഒരു ഗ്രാമത്തലവൻ. എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? എൻ്റെ മിഥ്യാധാരണകൾക്ക് ഇത്രയും ശക്തിയുണ്ടോ? അതോ ഈ ഗ്രാമവാസികൾക്ക് അമാനുഷികമായ എന്തെങ്കിലും കഴിവുകളുണ്ടോ? ഫോറസ്റ്റ് ഗാർഡിൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ നെയിം പ്ലേറ്റിൽ രവികുമാർ എന്നെഴുതിയിരുന്നു. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ ഈ മഴയത്ത് കാട്ടിൽ കയറാൻ, അതും ഈ വഴിയിൽ? രവികുമാർ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. ജീപ്പിൽ കയറ്, ഞാൻ ബേസ് ക്യാമ്പിൽ കൊണ്ടുവിടാം, അയാൾ പറഞ്ഞു.
ഞാൻ ജീപ്പിലേക്ക് കയറാൻ മടിച്ചു നിന്നു. വീണ്ടും ഇതൊരു കെണിയാണെങ്കിലോ? കയറാൻ രവികുമാർ കർശനമായി പറഞ്ഞു. ഞാൻ ജീപ്പിൻ്റെ പിൻസീറ്റിലേക്ക് കയറി. എൻ്റെ റെക്കോർഡറും ഞാൻ കൂടെയെടുത്തു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തപ്പോൾ ഞാൻ ഗ്രാമവാസികളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവർ ജീപ്പ് പോകുന്നതും നോക്കി നിൽപ്പുണ്ട്. ഭാസ്കരൻ എന്നെ നോക്കി ഒരു ചെറിയ ചിരി പാസാക്കി. ആ ചിരിയിൽ ഒരു പരിഹാസമുണ്ടായിരുന്നു. എൻ്റെ ഭയത്തെക്കുറിച്ചുള്ള ഒരു പരിഹാസം. ജീപ്പ് മലയിറങ്ങാൻ തുടങ്ങി. റോഡിൻ്റെ ഇരുവശവും കൊടുങ്കാടാണ്. മഴ വീണ്ടും തുടങ്ങിയിരുന്നു. രവികുമാർ ഒന്നും സംസാരിക്കുന്നില്ല. അയാൾ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി. രവികുമാർ സാർ, നിങ്ങളെങ്ങനെയാ കൃത്യസമയത്ത് അവിടെ എത്തിയത്, ആ ഗ്രാമത്തിൽ? ഞാൻ ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. സാർ, ഞാൻ വീണ്ടും ചോദിച്ചു. അയാൾ പതിയെ വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. നിന്നെ അവിടെ വിട്ടാൽ അവർ നിന്നെ ജീവനോടെ വിടുമായിരുന്നില്ല, അയാൾ ശാന്തനായി പറഞ്ഞു. അവർ ആരാണ്? അവർക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. രവികുമാർ ഒരു സിഗരറ്റ് കത്തിച്ചു. അയാൾ ദീർഘമായി പുക പുറത്തേക്ക് വിട്ടു. അവർ മനുഷ്യരല്ല, അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യരല്ല. ആ ഗ്രാമം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയൊരു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയതാണ്. ഭാസ്കരനും ചായക്കടക്കാരനും മറ്റ് ഗ്രാമവാസികളും വന്ന് മണ്ണിൽ പുതഞ്ഞു മരിച്ചവരാണ്. എൻ്റെ തലച്ചോർ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഗ്രാമമോ? അപ്പോൾ ഞാൻ ഇത്രയും നേരം നിന്നത് ഒരു പ്രേതഗ്രാമത്തിലാണോ? പിന്നെ ആ ഗ്രാമം എങ്ങനെ അവിടെ? ഞാൻ വിക്കി ചോദിച്ചു. അതൊരു മായയാണ്. കാട്ടിൽ വഴിതെറ്റി വരുന്നവരെ ആകർഷിക്കാൻ അവർ സൃഷ്ടിക്കുന്ന മായ. നീ അവരുടെ കെണിയിൽ വീണുപോയി. ഭാഗ്യത്തിനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എനിക്ക് അയാളുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതിലെന്തോ വലിയൊരു പൊരുത്തക്കേടുണ്ട്. അപ്പൻ, എൻ്റെ കൂടെ വന്ന ഗൈഡ്? ഞാൻ ചോദിച്ചു. അപ്പനും ആ ഉരുൾപൊട്ടലിൽ മരിച്ചതാണ്. അയാൾ നിന്നെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവർക്ക് ബലിയായി നൽകാനാണ്. ഞാൻ ജീപ്പിൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്ന് ശ്വാസം ആഞ്ഞെടുത്തു. എൻ്റെ ലോകം കീഴ്മേൽ മറിയുന്നത് പോലെ. എൻ്റെ ശാസ്ത്രബോധവും യുക്തിയും ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു. സാർ, താങ്ക്സ്, എൻ്റെ ജീവൻ രക്ഷിച്ചതിന്, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. രവികുമാർ സിഗരറ്റ് പുറത്തേക്ക് എറിഞ്ഞു. അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് വീണ്ടും മുന്നോട്ട് നീങ്ങി. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ മരങ്ങൾ വേഗത്തിൽ പിന്നിലേക്ക് പോകുന്നു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ രവികുമാറിൻ്റെ ഡ്രൈവിങ്ങിലേക്ക് പോയി. അയാളുടെ വലതുകൈ സ്റ്റിയറിങ്ങിലുണ്ട്. പക്ഷേ ഇടതുകൈ, അത് അയാളുടെ മടിയിൽ കിടക്കുകയാണ്. ആ ഇടതുകൈ ജീവനില്ലാത്ത വിളറിയൊരു വലിയ കൈപ്പത്തി, നഖങ്ങളില്ലാത്ത വിരലുകൾ. ഗുഹയുടെ കവാടത്തിൽ ഞാൻ കണ്ട അതേ കൈ. ഞാൻ ഭയത്തോടെ എൻ്റെ നോട്ടം രവികുമാറിൻ്റെ മുഖത്തേക്ക് മാറ്റി. അയാൾ ജീപ്പിൻ്റെ റിയർവ്യൂ മിററിലൂടെ എന്നെ നോക്കുകയാണ്. ആ കണ്ണുകളിൽ കൃഷ്ണമണികളില്ലായിരുന്നു, 2 മഞ്ഞ വെളിച്ചം മാത്രം. അയാൾ പല്ലുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് ചിരിച്ചു. രവികുമാറിൻ്റെ ചിരി ജീപ്പിനുള്ളിൽ അലയടിച്ചു. അതൊരു മനുഷ്യൻ്റെ ചിരിയായിരുന്നില്ല. പല്ലുകൾ തമ്മിൽ ഉരസുന്ന, അസ്ഥികൾ പൊട്ടുന്നതുപോലെയൊരു ശബ്ദം. അയാളുടെ വലതുകാൽ ആക്സിലേറ്ററിൽ അമർന്നു. പഴയ മഹീന്ദ്ര ജീപ്പ് ഒരു മൃഗത്തെപ്പോലെ മുന്നോട്ട് കുതിച്ചു. എൻ്റെ തലച്ചോറിലെ അവസാനത്തെ യുക്തിയും അവസാനിച്ചിരുന്നു. ഇനിയൊരു ചിന്തയ്ക്ക് സമയമില്ല. ഇത് യാഥാർത്ഥ്യമാണോ എൻ്റെ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയണ്ട. എനിക്കെൻ്റെ ജീവൻ വേണം. ഈ ജീപ്പിലിരുന്നാൽ ഞാൻ മരിക്കുമെന്ന് മാത്രം എനിക്ക് ഉറപ്പായിരുന്നു. ജീപ്പിൻ്റെ വേഗത ക്രമാതീതമായി കൂടി. മുന്നിലിരുട്ട് മാത്രം. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഴയിൽ ചിതറിപ്പോകുന്നു. ജീപ്പ് പോകുന്നത് താഴേക്കല്ല എന്നെനിക്ക് മനസ്സിലായി. അത് മലയുടെ മുകളിലേക്കാണ് പോകുന്നത്, കൊക്കയുടെ വക്കിലൂടെ. പെട്ടെന്ന് ദൂരെ നിന്നും ആ ശബ്ദം കേട്ടു. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ. അപ്പൻ വീണു മരിച്ച അതേ കൊക്ക. രവികുമാർ എന്നെ കൊണ്ടുപോകുന്നത് അവിടേക്കാണ്. വണ്ടി നിർത്തടാ, ഞാൻ സർവ്വശക്തിയും എടുത്ത് അലറി. അയാൾ പ്രതികരിച്ചില്ല. അയാളുടെ മഞ്ഞ കണ്ണുകൾ മിററിലൂടെ എന്നെ തന്നെ നോക്കി ആസ്വദിക്കുകയാണ്. ഞാൻ ഇടതുവശത്തെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു വലിച്ചു. അത് ജാമായി കിടക്കുകയാണ്. ഞാൻ ശക്തിയായി തള്ളി നോക്കി. യാതൊരനക്കവുമില്ല. ജീപ്പ് ഒരു വലിയ വളവ് തിരിഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം വളരെ അടുത്തായി. ഇനി നിമിഷങ്ങൾ മാത്രം.
എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന സൂം H6 റെക്കോർഡർ ഞാൻ ഊരിയെടുത്തു. ലോഹത്തിൽ തീർത്ത ഭാരമുള്ള ആ ഉപകരണം ഞാൻ സർവ്വശക്തിയുമെടുത്ത ജീപ്പിൻ്റെ വിൻഡോ ഗ്ലാസ്സിലേക്ക് ആഞ്ഞടിച്ചു. ഒന്നാമത്തെ അടിയിൽ ഗ്ലാസ്സിൽ വിള്ളലുകൾ വീണു. രണ്ടാമത്തെ അടിയിൽ ഗ്ലാസ് പൊട്ടിത്തകർന്നു. ചില്ലുകൾ എൻ്റെ മുഖത്തേക്കും കൈകളിലും തറച്ചു കയറി. രക്തം പൊടിഞ്ഞു. ഞാൻ വേദനയറിഞ്ഞില്ല. പൊട്ടിയ ഗ്ലാസ്സിനിടയിലൂടെ ഞാൻ കൈ പുറത്തേക്കിട്ടു. പുറത്തെ ഡോർ ഹാൻഡിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ തണുത്ത കൈ എൻ്റെ കഴുത്തിൽ വന്നു വീണു. രവികുമാറിൻ്റെ ഇടതുകൈ. ആ വിളറിയ നീണ്ട വിരലുകൾ എൻ്റെ കഴുത്തിൽ മുറുകി. ശ്വാസം മുട്ടുന്നത് പോലെ. ജീപ്പ് കൊക്കയുടെ വക്കിലേക്ക് നീങ്ങുകയാണ്. മുന്നിൽ റോഡില്ല, കരിങ്കൽ കെട്ടുകൾ മാത്രം. ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ഡോർ ഹാൻഡിൽ താഴേക്ക് അമർത്തി. ഡോർ തുറന്നു. കഴുത്തിലെ പിടി ഞാൻ വിടുവിച്ചു. പുറത്തേക്ക്, ആ ഇരുട്ടിലേക്ക് ഞാൻ സർവ്വവും മറന്ന് എടുത്തു ചാടി. ജീപ്പ് കൊക്കയിലേക്ക് പറക്കുന്നതും താഴേക്ക് പതിക്കുന്നതും എൻ്റെ കൺകോണിലൂടെ ഞാൻ കണ്ടു. പിന്നെ എല്ലാം ഇരുട്ടിലായിരുന്നു. ഞാൻ ചെളിയിലൂടെ താഴേക്ക് ഉരുണ്ടു വീണു. കൂർത്ത പാറകളിൽ തട്ടി എൻ്റെ ശരീരം മുറിഞ്ഞു. വലിയൊരു മരത്തിൻ്റെ വേരിൽ തട്ടി ഞാൻ നിന്നു. തലയ്ക്ക് ശക്തമായ ഇടിയേറ്റു. എൻ്റെ ബോധം മറയാൻ തുടങ്ങി. അവസാനമായി എനിക്ക് ഓർമ്മയുള്ളത് വലിയ ശബ്ദത്തോടെ കൊക്കയുടെ അടിയിലേക്ക് ആ ജീപ്പ് ചെന്ന് വീഴുന്ന ശബ്ദം മാത്രമാണ്. പിന്നെ മഴയുടെ ശബ്ദം മാത്രം. കണ്ണു തുറക്കുമ്പോൾ വെളിച്ചം എൻ്റെ കണ്ണുകളെ അലോസരപ്പെടുത്തി. വെളുത്ത സീലിംഗ്, മരുന്നുകളുടെ മണം. ഞാൻ കിടക്കുന്നത് ഒരു ആശുപത്രി കിടക്കയിലാണ്. എൻ്റെ വലതുകൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. തലയിൽ ബാൻഡേജ് ഉണ്ട്. എൻ്റെ കിടക്കയ്ക്കരികിൽ യൂണിഫോം ധരിച്ച 2 പേർ നിൽക്കുന്നു. കേരള പോലീസ്. ഒപ്പം ഒരു ഡോക്ടറും. ബോധം വന്നു. ഡോക്ടർ പറഞ്ഞു. പോലീസുകാർ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ SI മഹേഷ്. താൻ കഴിഞ്ഞ 3 ദിവസമായി അബോധാവസ്ഥയിലായിരുന്നു. വൈത്തിരി താലൂക്ക് ആശുപത്രിയാണിത്. അയാൾ പറഞ്ഞു. 3 ദിവസമോ? എന്താ സംഭവിച്ചത്? എൻ്റെ ശബ്ദം നേർത്തതായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നോടാണ് ചോദിക്കാനുള്ളത്. 5-ാം തീയതി രാവിലെ വനം വകുപ്പിൻ്റെ ഒരു പട്രോളിംഗ് ജീപ്പാണ് തന്നെ കാട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. താൻ എങ്ങനെയാ പഴയ ട്രെക്കിംഗ് റൂട്ടിലെത്തി? SI ചോദിച്ചു. എൻ്റെ ഓർമ്മകൾ പതുക്കെ തിരികെ വന്നു. കാൽപ്പാടുകൾ, നിഴൽ രൂപം, ഗുഹ, മായക്കാഴ്ചയായ ആ ഗ്രാമം, ഫോറസ്റ്റ് ഗാർഡ് രവികുമാർ, എല്ലാം. ഞാൻ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അപ്പൻ എന്നെ കൊണ്ടുപോയതും ഭാസ്കരൻ്റെ ഗ്രാമവും രവികുമാർ എന്നെ ജീപ്പിൽ കൊക്കയിലേക്ക് കൊണ്ടുപോയതുമെല്ലാം. SI മഹേഷ് മറ്റൊരു പോലീസുകാരനെ നോക്കി. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. സഹതാപവും ഒരൽപ്പം പരിഹാസവും കലർന്ന ഒരു നോട്ടം. തനിക്ക് ഹൈപ്പോതെർമിയ വന്നിരുന്നു. കൊടുന്തണുപ്പിൽ ശരീരത്തിൻ്റെ താപനില കുറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറിലാകും. പല തോന്നലുകളും ഉണ്ടാകും. ഹാലൂസിനേഷൻ. SI പറഞ്ഞു. തോന്നലല്ല സാർ, ഞാൻ കണ്ടതാണ്. ആ ജീപ്പ് കൊക്കയിലേക്ക് വീഴുന്നത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഞാൻ തറപ്പിച്ചു പറഞ്ഞു. താൻ പറയുന്ന ഗ്രാമം, അവിടെ അങ്ങനെ ഒരു ഗ്രാമമില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പ്രളയത്തിൽ ആ പ്രദേശം മുഴുവൻ ഒലിച്ചു പോയതാണ്. പിന്നെ താൻ പറയുന്ന രവികുമാർ, ഈ ഡിവിഷനിൽ അങ്ങനെ ഒരു ഫോറസ്റ്റ് ഗാർഡില്ല. വനം വകുപ്പിൻ്റെ ഒരു ജീപ്പും കൊക്കയിൽ വീണിട്ടുമില്ല. ഞാൻ നിശബ്ദനായി. എല്ലാം എൻ്റെ തോന്നലായിരുന്നോ? ഏകാന്തതയും തണുപ്പും അപ്പൻ എന്ന പഴയ ഗൈഡിനെ കുറിച്ചുള്ള മുൻവിധികളും ചേർന്നപ്പോൾ എൻ്റെ തലച്ചോറ് സൃഷ്ടിച്ചെടുത്ത വെറും മായക്കാഴ്ചകൾ. തൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്, ഡിസ്ചാർജ് ആകുമ്പോൾ കൊണ്ടുപോകണം. SI അത് പറഞ്ഞ് അവിടെ നിന്നും പോയി. എൻ്റെ തൊട്ടടുത്തുള്ള ടേബിളിൽ എൻ്റെ ക്യാമറയും റെക്കോർഡറും ഇരിക്കുന്നു. ക്യാമറയുടെ ലെൻസ് പൊട്ടിയിട്ടുണ്ട്. റെക്കോർഡറിൻ്റെ ഒരു വശവും തകർന്നിട്ടുണ്ട്. ഞാനത് രണ്ടും നോക്കിക്കിടന്നു. എൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങിയിരുന്നു. അതെ, പോലീസുകാർ പറഞ്ഞതാണ് ശരി. മനുഷ്യൻ്റെ മനസ്സ് വളരെ വിചിത്രമാണ്. ഭയം അതിൽ കയറിക്കൂടിയാൽ പിന്നെ കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും. കാട്ടിലെ ഒരു നിഴൽ രൂപമായി മാറും. കാറ്റിൻ്റെ ശബ്ദം പാട്ടായി തോന്നും. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ കൊച്ചിയിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചെത്തി. ശാരീരികമായി ഞാൻ സുഖം പ്രാപിച്ചു വരികയായിരുന്നു. പക്ഷേ മാനസികമായി ആ യാത്ര എന്നിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ചിരുന്നു. രാത്രികളിൽ ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കണ്ണടച്ചാൽ ആ മഞ്ഞക്കണ്ണുകൾ ഞാൻ കാണും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓണാക്കി.
തകർന്ന ആ ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് എടുത്തു. അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. ഒപ്പം റെക്കോർഡറിലെ ഫയലുകളും ഞാൻ സിസ്റ്റത്തിലേക്ക് പകർത്തി. എൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഞാൻ ആ ഫയലുകൾ തുറന്നു. ക്യാമറയിലെ അവസാനത്തെ ഫൂട്ടേജ് അത് ഞാൻ പ്ലേ ചെയ്തു. മഴ, ഇരുട്ട്, ക്യാമറയിലെ ISO കൂട്ടിയിരുന്നതുകൊണ്ട് ദൃശ്യങ്ങളിൽ നോയ്സ് കൂടുതലായിരുന്നു. പെട്ടെന്ന് കൊക്കയുടെ ഭാഗത്തു നിന്നും ആ വെളിച്ചം കാണുന്നു. ക്യാമറ അങ്ങോട്ട് സൂം ചെയ്യുന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് സ്ക്രീനിലേക്ക് നോക്കി. ആ നിഴൽ രൂപം സ്ക്രീനിൽ വ്യക്തമായി. ഒരു ചിലന്തിയെപ്പോലെ അത് പാറകളിലൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഗുരുത്വാകർഷണം ബാധകമല്ലാത്ത പോലെ. ഇതൊരു തോന്നലല്ല. ക്യാമറ എങ്ങനെ എൻ്റെ തോന്നലുകൾ റെക്കോർഡ് ചെയ്യും? എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും വേഗത്തിലായി. ക്യാമറ ആ രൂപത്തിലേക്ക് സൂം ചെയ്തു നിൽക്കുന്നു. അത് തിരിഞ്ഞ് ലെൻസിലേക്ക് നോക്കുന്നു. ക്യാമറ ഓഫാകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ അവസാന ഫ്രെയിം. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ ഫ്രെയിം എൻലാർജ് ചെയ്തു. കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസും അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ വിരലുകൾ കീബോർഡിൽ തറഞ്ഞുപോയി. സ്ക്രീനിൽ കണ്ട കാഴ്ച എൻ്റെ തലച്ചോറിനെ മരവിപ്പിച്ചു. അതൊരു ഭീകരരൂപിയായിരുന്നില്ല, മറിച്ച് അതൊരു മനുഷ്യനായിരുന്നു. കാൽ തെറ്റി താഴേക്ക് വീഴുന്ന ഒരു മനുഷ്യൻ. അയാളുടെ മുഖം ഇപ്പോൾ സ്ക്രീനിൽ വ്യക്തമാണ്. ഭയം കൊണ്ട് വികലമായ ആ മുഖം. അതപ്പനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ കൊക്കയിലേക്ക് വീഴുന്ന അതേ നിമിഷത്തിലെ അപ്പൻ. ആ വീഴ്ച, ആ ഭയം, ആ സമയം ഈ കാട്ടിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു ടൈം ലൂപ്പ് പോലെ. ക്യാമറ പിടിച്ചെടുത്തത് ആ പഴയ വീഴ്ചയുടെ ഫ്രെയിമാണ്. അപ്പോൾ ഗുഹയ്ക്ക് പുറത്തു വന്നതോ, എന്നെ ആക്രമിച്ചതോ? ഞാൻ വേഗത്തിൽ ഓഡിയോ ഫയലുകൾ തുറന്നു. ആ പാട്ട് റെക്കോർഡായ ഫയൽ. ഞാൻ അതിലെ ഡിജിറ്റൽ നോയ്സ് കളഞ്ഞു. വോളിയം കൂട്ടി പ്ലേ ചെയ്തു. ഒരു സ്ത്രീയുടെ മൂളൽ. അത് പാട്ടായിരുന്നില്ല, അതൊരു കരച്ചിലായിരുന്നു. ഒരു വിലാപം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കാട്ടിൽ ഭാരം ചുമന്ന് മരിച്ചു വീണ ഏതോ അടിമയുടെ, ഏതോ പാവം സ്ത്രീയുടെ വിലാപം. കഴിഞ്ഞ ഒരു ദശാബ്ദമായി വയനാടൻ കാടുകളിൽ സംഭവിക്കുന്ന സമാനമായ തിരോധാനങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് ഇൻ്റർനെറ്റിൽ തിരഞ്ഞു. ഒറ്റയ്ക്ക് കാട്ടിൽ പോയ പലരെയും പിന്നീട് കണ്ടുകിട്ടിയിട്ടില്ല. ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഈ കാടുകൾക്കുള്ളിൽ നടക്കുന്നത്? മനുഷ്യൻ്റെ യുക്തിക്കും ശാസ്ത്രത്തിനും വിശദീകരിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. ചിലയിടങ്ങളിൽ സമയവും സ്ഥലവും തമ്മിലുള്ള ബന്ധമില്ലാതാകും. അവിടങ്ങളിൽ പഴയകാലം ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകാം. മരിച്ചവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. അതിതീവ്രമായ ഏകാന്തതയും പ്രകൃതിയുടെ വന്യതയും മനുഷ്യൻ്റെ മനസ്സിനെ ദുർബലമാക്കുമ്പോൾ ഈ അദൃശ്യലോകത്തിൻ്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണോ? അതോ മനുഷ്യർ ഉണ്ടാക്കിയ ഈ അതിരുകളൊക്കെ വെറും മിഥ്യയാണോ? എനിക്കൊരു ഉത്തരവുമില്ല. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ കൊച്ചിയിലെ വലിയ കെട്ടിടങ്ങൾ കാണാം. സുരക്ഷിതമായ മനുഷ്യരുടെ ലോകം. പക്ഷേ എൻ്റെ ചെവികളിൽ ഇപ്പോഴും ആ കാൽപ്പാടുകളുടെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. അതെന്നെ വിട്ടുപോയിട്ടില്ല. അവസാന ചോദ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഒരു കാട്ടിലോ വലിയൊരു മലമുകളിലോ പോയിട്ടുണ്ടോ? അവിടെ വെച്ച് തികച്ചും അകാരണമായി എന്തെന്നില്ലാത്ത ഒരു ഭയം നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ? നിങ്ങളുടെ പേര് ആരെങ്കിലും വിളിക്കുന്നത് പോലെയോ ആരുടെയെങ്കിലും ശ്വാസം തൊട്ടുപിന്നിൽ കേൾക്കുന്നത് പോലെയോ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സ്വയം വിശ്വസിപ്പിച്ചിരിക്കാം അത് വെറും തോന്നലാണെന്ന്, കാറ്റിൻ്റെ ശബ്ദമാണെന്ന്. പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്നത് നന്നായി. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടേക്കാവുന്ന ആ മുഖം നിങ്ങളുടെ അവസാന കാഴ്ചയായിരുന്നേക്കാം. കാടതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും വിട്ടു നൽകില്ല, ഒരിക്കലും.